നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് സൺറൈസ് മോട്ടോഴ്സിലാണ്. ഇപ്പം ലൊക്കേഷൻ വരുന്നത് കൊല്ലം മേവറമാണ്. നമ്മളോടത്ത് അഖിൽ ഉണ്ട്. വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അത്യാവശ്യം നല്ല കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റ് ഉണ്ട്, അതേമാതിരി ബഡ്ജറ്റ് ബൈക്കുകളുണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക് അതുപോലെ സ്പോർട്സ് സെഗ്മെന്റ് ബൈക്കുകൾ എല്ലാം വരുന്നുണ്ടല്ലേ? നമ്മുടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ കൊണ്ടുണ്ട്. 2017 ശേഷമുള്ള എല്ലാ വണ്ടിക്കും നമുക്ക് ലോൺ കിട്ടും. ഓൾ കേരള എല്ലാം ചെയ്യുന്നു. ഓൾ കേരള ചെയ്യുന്നു. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ എന്നിട്ട് പറയാം. കൊല്ലം മേവറം ബൈപ്പാസിൻ്റെ സൈഡിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ 200 മീറ്റർ അടുത്ത് തന്നെയാണ്. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ അതിൽ നമുക്ക് ബഡ്ജറ്റിൽ തുടങ്ങാം അല്ലേ? ഫസ്റ്റ് വണ്ടി പാഷൻ പ്രോ 2018 മോഡലാണ്. എങ്ങനെ 30 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 18 മോഡൽ 30 രൂപ. വണ്ടി കണ്ടീഷൻ ആണോ? അതെ അതെ, കുഴപ്പമില്ലല്ലോ. ഇത് ലോൺ കയറുന്ന വണ്ടിയല്ലേ? ലോൺ കിട്ടും. എത്ര കയറി? 20-25 രൂപ വരെ കിട്ടും. അടുത്ത വണ്ടി ഡിയോ. അടുത്ത വണ്ടി 2021 മോഡൽ ഡിയോ. നമുക്ക് 62 രൂപ കൊടുക്കാം. 62,000 രൂപ. ഇതിന്റെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് കിട്ടുന്ന മോഡലാണ്. 55 രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി മാസ്റ്റോ 2018 മോഡലാണ്. നമുക്ക് 18 രൂപ കൊടുക്കാം. 18 മോഡൽ 18 രൂപ. ഓക്കെ. ടയറൊക്കെ കൊള്ളാം അല്ലേ? എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വണ്ടി എൻഡോർക്ക്. അടുത്ത എൻഡോർക്ക് 2020 മോഡലാണ്. 65 രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. 60,000 രൂപ. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണല്ലോ? അതെ അതെ. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എങ്ങനെ അറിയാം വണ്ടിയുടെ? ഫിനാൻസ് നമുക്ക് 55 രൂപ വരെ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി അത് അപ്രില്ല 2021 മോഡലാണ്. 45 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് എത്ര? 150 cc ആണ് പറഞ്ഞത്? 150 cc ആണ്. 150 cc. അടുത്ത വണ്ടി ഹോണ്ട ആക്റ്റീവ. ഇത് 2013 മോഡലാണ്. നമുക്ക് ഫൈനൽ 20 രൂപ കൊടുക്കാം. 20,000 രൂപ. ഫസിനോ 2019 മോഡലാണ്. 38 രൂപ കൊടുക്കാം. 38 രൂപ. ഇതൊക്കെ എല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. ഫിനാൻസ് കിട്ടുന്ന വണ്ടികളാണ്. ഓക്കെ. ഈ 13 ഒഴികെ ബാക്കിയല്ല. 17 മുതൽ ഇങ്ങോട്ടുള്ള വണ്ടിക്കല്ല ഫിനാൻസ് കിട്ടും. ഇത് 2017 മോഡൽ ആക്റ്റീവ. 35 രൂപ കൊടുക്കാം. 35,000 രൂപ. വണ്ടി കുഴപ്പമില്ല, കണ്ടീഷൻ ആണല്ലോ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടി ഹീറോ പ്ലഷർ 2015 മോഡലാണ്. നമുക്ക് 25 രൂപ കൊടുക്കാം. 25,000 കൊടുക്കാം. ഇതൊക്കെ ചോദ്യമല്ലേ ബ്രോ? അതെ. അടുത്ത വണ്ടി പൾസർ 2024 NS 200. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. വണ്ടി നീറ്റ് കണ്ടീഷൻ ആണ്. 140 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണല്ലോ? സിംഗിൾ ഓണർ നെഗോഷ്യബിൾ ആണ് പ്രൈസ്. ഓക്കെ. വണ്ടി നീറ്റ് ആണ്, സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഗുഡ് ആണ്. അപ്പോൾ ഇതിന് ഫിനാൻസ് എത്ര കയറും? ഇതിന് 120 വരെ ലോൺ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി പാഷൻ 2021 മോഡലാണ്. 58 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 58 രൂപ. 58. ഇത് ലോൺ കിട്ടും. 50 രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടി എൻഡോർക്ക് 2022 മോഡലാണ്. ഓക്കെ. 72 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 22 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓണറിലേക്കാണ്. വണ്ടി കണ്ടീഷൻ ആണല്ലോ? വണ്ടി കണ്ടീഷൻ ആണ്. അടുത്ത വണ്ടി എക്സ്പൾസ് 2021 മോഡലാണ്. 21 മോഡൽ. ഓക്കെ. വണ്ടി കണ്ടീഷനാണ്. ലോൺ കയറുന്ന വണ്ടിയല്ലേ ബ്രോ? ലോൺ കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയാണ് എമൗണ്ട് വരുന്നത്? നമുക്കത് എമൗണ്ട് 95 രൂപയാണ് വരുന്നത്. എക്സ്പൾസ് 200. 200. അടുത്തത് 2021 മോഡൽ തന്നെയാണ്. സെയിം പ്രൈസ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇത് ഫിനാൻസ് സെയിം തന്നെയാണ് വരുന്നത്? ഫിനാൻസ് കിട്ടും. സെയിം ഫിനാൻസ് തന്നെയാണ് വരുന്നത്? ഫിനാൻസ് കിട്ടും. 2 വണ്ടിക്കും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി KTM RC 200 2022 മോഡലാണ്. 22 മോഡൽ. ഓണർഷിപ്പ് കിലോമീറ്റർ 20-നകത്തേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. 160 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. വണ്ടി നീറ്റ് ആയിട്ടുണ്ടല്ലേ? ടയറിന്റെ ഒരു കണ്ടീഷൻ മോശമുണ്ട്. നമ്മൾ ടയർ മാറി കൊടുക്കും. കാരണം ബോഡിക്കൊന്നും പ്രശ്നം കാര്യങ്ങളില്ല. ഓക്കെ. അതിന് ഫിനാൻസ് നമുക്ക് 1,30,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി പൾസർ NS 200 2019 മോഡലാണ്. നമുക്ക് 85 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് എങ്ങനെയാണ്? ഫിനാൻസ് നമുക്ക് ഒരു 70 രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. 10-15 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി. അടുത്ത MT ആണ് 2024 മോഡൽ. 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇതുകൊണ്ട് വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ ഇരിപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരും? 170 കൊടുക്കണം. 170. അപ്പോൾ ഇതിന്റെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഒരു 130-40 വരെ നമുക്ക് ലോൺ കിട്ടും. അടുത്ത വണ്ടി R15 വെർഷൻ 4 ആണ്. 2022 മോഡലാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 150 ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 1,50,000 രൂപ. അപ്പോൾ ഇതും ഫിനാൻസ് കിട്ടും. 20 രൂപ 30 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 20 രൂപ ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്ത FC വെർഷൻ 3 ആണ്. 2021 മോഡലാണ്. 75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 75,000 രൂപ അല്ലേ? ആസ്കിംഗ് പ്രൈസ് 75,000. അപ്പോൾ ഇതിന്റെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 60-65 രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടി പൾസർ NS 200 ആണ്. 2018 മോഡലാണ്. നമുക്ക് ഫൈനൽ 75,000 രൂപ കൊടുക്കാം. 70,000 രൂപ. ഇതിന്റെ ഫിനാൻസ് എങ്ങനെ വരും? നമുക്കൊരു 60-65 രൂപ ലോൺ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി യമഹ MT 2022 മോഡലാണ്. ഇതാകുമ്പോൾ നമുക്ക് 145 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി തന്നെയാണ്.
ഓക്കെ, കണ്ടീഷൻ വണ്ടിയാണല്ലോ. കണ്ടീഷനാണ്. അപ്പോൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് ആണല്ലോ. ഓക്കെ, അടുത്ത വണ്ടി യൂണിക്കോൺ. 2018 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 60 രൂപ കൊടുക്കാം. 60,000 രൂപ. ഓക്കെ. ഗ്ലാമർ 2013 മോഡലാണ്. ലോ ബഡ്ജറ്റിൽ വരുന്ന മോഡലാണ്. 13 മോഡൽ നമുക്ക് 18 രൂപ കൊടുക്കാം. 18 രൂപ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി പൾസർ 2016 മോഡലാണ്. 32 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. സിംഗിൾ ഓണർഷിപ്പ് 32,000 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. സ്റ്റാൻഡേർഡ് 99 മോഡലാണ്. പുതിയ പേപ്പറാണ്. 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്ത് നമ്മൾ 120 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആണല്ലേ? സ്റ്റാൻഡേർഡ് 2099 മോഡലാണ്. നമ്മുടെ മറ്റേ ഇട സൈഡിൽ ബ്രേക്ക് വരുന്നത്? അതെ പഴയ മോഡലാണ്. പുതിയ പേപ്പറാണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസിക് 500 ആണ്. 2016 മോഡലാണ്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് 85,000 രൂപ. ഓക്കെ. അടുത്ത വണ്ടി ബുള്ളറ്റ് 350. 2017 മോഡൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. ഷെൽഫ് വരത്തില്ല. ഇത് 85,000 രൂപ കൊടുക്കാം. 85,000 രൂപ. ഓക്കെ. അടുത്ത വണ്ടി ഹോണ്ട SP 125 2022 മോഡലാണ്. 50 രൂപ കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട് ഇതൊക്കെ? ഇത് ഏകദേശം 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഗ്ലാമർ 2017 മോഡലാണ്. നമുക്ക് 35,000 രൂപ കൊടുക്കാം. 35,000 രൂപ. അടുത്ത 17 വണ്ടി. 17 മോഡൽ. ഓക്കെ. അടുത്ത വണ്ടി സ്പ്ലെൻഡർ 2022 മോഡലാണ്. 68 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 68,000 രൂപ. അടുത്ത വീണ്ടും സ്പ്ലെൻഡർ ഇത് 2020 മോഡലാണ്. 55 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 55,000. ഇതെല്ലാം നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അടുത്ത ഹീറോ സ്പ്ലെൻഡർ പ്രോ 2013 മോഡലാണ്. നമുക്ക് 25 രൂപ കൊടുക്കാം. 25,000 രൂപ. അടുത്ത വണ്ടി സ്പ്ലെൻഡർ തന്നെയാണ്. 2022 മോഡൽ. 68 രൂപയാണ് ഇതിന്റെ വില. ലോ കിലോമീറ്റർ ആയിരിക്കും. കിലോമീറ്റർ കുറവാണ്. 19,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ. അടുത്ത വണ്ടി 2012 മോഡൽ ആക്റ്റീവയാണ്. 20 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 20 രൂപ. ഓക്കെ. SP 125 അല്ലേ? 2021 മോഡൽ. 21 മോഡലാണ്. ഇതെങ്ങനെ വില വരുന്നത്? ഇത് നമുക്ക് 50 രൂപ കൊടുക്കാം. 50 രൂപ. അടുത്ത ഡ്യൂക്ക് BS3 മോഡലാണ്. 2015 മോഡലാണ്. നമുക്ക് 75,000 രൂപ കൊടുക്കും. 75,000 രൂപ. അപ്പം അകൽപ്പുറ വീട് അതിൻ്റെ പേരല്ലേ? നമുക്ക് ഇതല്ലാതെ വേറെ സ്റ്റോക്ക് നമുക്ക് തരത്തിലെ ഒരു ഷോപ്പ് കൂടെ ഉണ്ട്. അവിടെ നമുക്ക് ബൈക്കിന്റെയും കാറിന്റെയും കൂടെ ചേർത്തിട്ടാണ്. അവിടെ സ്റ്റോക്ക് ഉണ്ട്. അവിടെ ഉണ്ട് സ്റ്റോക്ക്. ഓക്കെ. ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.